ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERP-ൽ ഒരു ഇന്റർ ബ്രാഞ്ച് റിസീപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ വൗച്ചേഴ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഇന്റർ ബ്രാഞ്ച് റെസിപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിൽ പോയാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ലിസ്റ്റിൽ ഏതൊക്കെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തത്, പെൻഡിങ് ആയിട്ടുള്ള എത്ര ഉണ്ട്, റിജക്റ്റ് ആയിട്ടുള്ള എത്ര ഉണ്ടെന്ന് നമുക്കിവിടെ സ്റ്റാറ്റസ് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പെയ്ഡ് ബ്രാഞ്ച് ഏതാണോ അതിവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നറേഷൻ കൊടുക്കാം, എന്നിട്ട് ഇതൊന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതല്ല ഇനി ഇപ്പോൾ നമുക്കിത് റിജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്റർ ബ്രാഞ്ച് റെസിപ്റ്റ് അത് റിജക്റ്റ് ആയിക്കോളും. നമുക്കിവിടെ സ്റ്റാറ്റസ് ആണ് നേരത്തെ പെൻഡിങ് ആയിരുന്നത്, ഒന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്, ഒന്ന് ആക്സെപ്റ്റ് ആയിട്ടുണ്ട്. വൺസ് ഇത് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഏതൊരു ബ്രാഞ്ചിൽ നിന്നാണോ പേയ്മെന്റ് വന്നിട്ടുള്ളത് അവർക്ക് അതൊന്നും കൂടി റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഫിൽറ്റർ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ലിസ്റ്റിൽ നമുക്ക് റിജക്റ്റ് ആയതും പെൻഡിങ് ആയതും ആക്സെപ്റ്റ് ആയതും ഒക്കെ കാണിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ആക്സെപ്റ്റഡ് മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് ഇവിടെ പോയിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഡാറ്റ ഫിൽറ്റർ ചെയ്തിട്ട് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഇത്രയാണ് ഇന്റർ ബ്രാഞ്ച് റിസീപ്റ്റിന്റെ കേസിൽ വരുമ്പോൾ പറയാനുള്ളത്.